അല്ലെങ്കിൽ തന്നെ ഏട്ടനിരുന്ന കസേര ഇരിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അർഹതയില്ലാത്തൊരു കസേര അത്. മുത്തശ്ശ, ഇനിയിപ്പോഴേ ആ കസേരയിൽ അനി ഇരിക്കട്ടെ. ഞാൻ അവന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തോളാം. ആ, ഒരു കാരണവശാലും പറ്റില്ല. ഇനിയും മുത്തശ്ശൻ പറഞ്ഞാലും ശരി, ഞാൻ ആ കസേര ഇരിക്കത്തില്ല. ഇവൻ എന്തൊരു മണ്ടനാ. ഇവനൊഴികെ ഈ വീട്ടിലെ എല്ലാ ആണുങ്ങളും പരസ്പരം മനസ്സിലാക്കുന്നവരാണ്. അതാണ് ഒരു കുടുംബത്തിന്റെ വിജയം. ഇനിയൊന്നും നോക്കാനില്ല. ശത്രുവിനെ പൂർണ്ണമായി മനസ്സിലാക്കി അവന്റെ കൊമ്പൊടിച്ച ആദർശ തന്നെ ഇനി പഴയതുപോലെ ജ്വല്ലറിയെ നയിക്കണം. നിനക്കതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ ജാനകി? അത് പിന്നെ എതിർപ്പുണ്ടെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. പിന്നെ അതിന്റെ മുകളിൽ ഒരു സംസാരം വേണ്ട. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛാ. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, അത് വേണ്ടെന്നാ പറഞ്ഞത്. ഡോ, അതിങ്ങ് കൊണ്ടുവാ. ഈ കേക്ക് കട്ട് ചെയ്ത് നമുക്ക് ആദർശിന്റെ തിരിച്ചുവരവ് ആഘോഷിക്കാം. മോളെ, രണ്ടാളും ചേർന്ന് കേക്ക് കട്ട് ചെയ്യ്. ഇത് വല്ലാത്തൊരാഘോഷമായി പോയല്ലോ. അതെ അതെ, നീ മനസ്സുനൊന്താണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിന്റെ പിന്നാലെ അതിനേക്കാൾ സങ്കടത്തോടെയാണ് മോള് പോയത്. അപ്പൊ തിരിച്ചു വരുന്നതേ അതിന്റെ ഇരട്ടി സന്തോഷത്തിലായിരിക്കണം. അതെ, നിങ്ങൾ രണ്ടാളും ചേർന്ന് കേക്ക് കട്ട് ചെയ്യ്. MD ആയതുകൊണ്ടാ അവനുമായിട്ടുള്ള നിശ്ചയം തിടുക്കപ്പെട്ട് നടത്താൻ തീരുമാനിച്ചത്. ഇതറിയുമ്പോ അച്ഛന് നല്ല വിഷമമാവുമല്ലോ. എന്തൊരു കാലക്കേടാ ഇത്. ഞാൻ ആ ചെണ്ടക്കാരെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് പറയാം. മോള് വന്നേ. മോളെ, ദേവയാനിക്കേ ഇപ്പോഴാ ജീവൻ വെച്ചത്. ദേവയാനിക്ക് മാത്രമല്ലമ്മേ, ഈ വീട്ടിലെ എല്ലാവർക്കും ഇപ്പോഴാ ഒരു പുതുജീവൻ വെച്ചത്. അത് സത്യ. പക്ഷേ ഇവിടെ ജീവൻ പോയ ചിലരൊക്കെ ഉണ്ട്. ആ, അതും ശരിയാ. മോനെ മരുമോളെ തിരിച്ചു കൊണ്ടുവന്നല്ലോ. അതിൽ ഭഗവാനോട് എനിക്ക് തീരാത്ത നന്ദിയുണ്ട്. മോള് വന്നേ. അച്ഛനെ വെറുത്തതിന്റെ 1000 മടങ്ങ് സ്നേഹമുണ്ട് എനിക്കിപ്പോ അച്ഛനോട്. എനിക്കും അങ്ങനെ തന്നെയാ. ഒരിക്കലും കുടുംബത്തെക്കാളും കൂടുതൽ മുത്തശ്ശൻ ബിസിനസ്സിനെ സ്നേഹിച്ചിട്ടില്ല. അത് നമുക്കാർക്കും മനസ്സിലായില്ലെന്ന് മാത്രം. എനിക്ക് അത്ഭുതമായിരുന്നു ആദർശിനെ അച്ഛൻ തള്ളി പറഞ്ഞപ്പോ. എന്നും അച്ഛന്റെ അഭിമാനമായിരുന്നല്ലോ ആദർശ്. മൂത്ത കൊച്ചുമോനായതുകൊണ്ട് എവിടെ പോയാലും ആദർശിനെ കാണാൻ ഓടി വരുമായിരുന്നു. അത്രയ്ക്കിഷ്ടമായിരുന്നു അവനെ. അതുകൊണ്ട് ആദർശേട്ടൻ പടിയിറങ്ങിപ്പോയപ്പോ നെഞ്ചു പൊട്ടുന്ന വേദനയായിരുന്നെന്നാ മുത്തശ്ശൻ എന്നോട് പറഞ്ഞത്. അതിനുശേഷം ഞാനും കൂടി പോയി കഴിഞ്ഞപ്പോ മുത്തശ്ശൻ കൂടുതൽ വേദനിച്ചെങ്കിലും ആദർശേന്റെ അടുത്ത് ഞാൻ എത്തിയല്ലോ എന്നൊരു ചെറിയ ആശ്വാസം മുത്തശ്ശനുണ്ടായിരുന്നു.
ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഒരു കുടുംബത്തിനകത്ത് തമ്മിൽ തല്ല് നടക്കും. കൊച്ചുമക്കളും മക്കളും മരുമക്കളും തമ്മിൽ വലിയ ശത്രുതയുണ്ടാവും. എല്ലാവരും വേറെ മാറി താമസിക്കാനും തുടങ്ങും. കുടുംബം ശിഥിലാവും. എന്നാ ഇവിടെ അത് ആഗ്രഹിക്കുന്ന പലരും ഉണ്ടെങ്കിലും അച്ഛനെ അമ്മയൊക്കെ തള്ളി പറഞ്ഞിട്ട് ജയേട്ടനോ അജയനോ ഒന്നും ആരുടെയും വാക്ക് കേട്ട് വീട് വിട്ട് മാറി നിൽക്കില്ല. മകനോടും മരുമകളോടും അമിത സ്നേഹം ഉണ്ടെങ്കിലും ഞാനും അങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും എടുക്കില്ല. ഒരർത്ഥത്തില് കുടുംബത്തിലുള്ള കാരണവന്മാരെ അനുസരിച്ച് പോകുന്നത് ഒരു സുഖമോളെ. അതുകൊണ്ട് ജീവിതത്തില് ഉയർച്ചയല്ലാതെ നമുക്കൊരു തിരിച്ചടി ഉണ്ടാവില്ല. മുത്തശ്ശന്റെ മനസ്സ് ആദ്യം അറിഞ്ഞത് ഞാനാ. എന്നോട് മുത്തശ്ശൻ സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ വല്ലാത്തൊരാശ്വാസമായിരുന്നു എനിക്ക്. ഇനി അവന്തിക അനി ഒന്നിച്ചു കഴിഞ്ഞാല് അവര് തമ്മില് അടിയും വഴക്കും ഒന്നുമില്ലാതെ നിങ്ങളെപ്പോലെ ഒരുമിച്ച് പോയാൽ മതി. എന്തായാലും അഭി നവ്യൊന്നും ഇനി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. നവ്യേച്ചി നന്നാവും അമ്മേ. അഭിയെക്കുറിച്ച് നമ്മളൊക്കെ പറഞ്ഞ സത്യമാണെന്ന് എന്നെങ്കിലും ഒരു ദിവസം ചേച്ചിക്ക് മനസ്സിലാവും. അന്ന് ചേച്ചി നമുക്കൊപ്പം നിൽക്കും. അതിനിനി അധികം താമസമൊന്നുമില്ല. നീ എന്താ ഇങ്ങനെ മാറിയിരിക്കുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം അജയേട്ടാ? ഇവിടെ ഓരോരുത്തരുടെ സന്തോഷം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മോന്റെ MD സ്ഥാനാ പോയത്. എടേ, അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതേ നമ്മുടെ മോനാ. എന്ന് വെച്ചാ എടുത്താ പൊങ്ങാത്ത ഭാര അവന്റെ തലയിൽ നമ്മൾ വെച്ചു കൊടുത്തത്. അതൊക്കെ അച്ഛൻ മനഃപൂർവ്വം ചെയ്താ. ആദർശ് എല്ലാ അർത്ഥത്തിലും ജയിച്ചു വരുന്നത് കാണാൻ വേണ്ടി. അച്ഛൻ പറഞ്ഞൊക്കെ നീ കേട്ടില്ലേ? അച്ഛനും കൊള്ളാം, മക്കളും കൊള്ളാം, കൊച്ചുമക്കളും കൊള്ളാം. അല്ല, നിനക്കിപ്പോ എന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. ഏതൊരമ്മമാരും സ്വന്തം മക്കളുടെ ഉയർച്ചയെ ആഗ്രഹിക്കൂ. എന്നിട്ട് നമ്മുടെ മോനെ MD ആക്കിയപ്പോ ഏട്ടനും ഏട്ടത്തിക്കൊന്നും ഈ വേദന ഇല്ലായിരുന്നല്ലോ. ആദർശന്റെ സ്ഥാനത്ത് അനി വന്നപ്പോ അവർക്കൊന്നും ഈ വിഷമം ഇല്ലായിരുന്നു. ആ കസേരയിലേക്ക് പുറത്തു നിന്നൊരാൾ വന്നില്ലല്ലോ എന്ന ആശ്വാസമായിരുന്നു ആ സമയത്ത് ഏട്ടനും ഏട്ടത്തിക്കും. അതൊക്കെ അവര് പറയുന്നതല്ലേ. അവരുടെ മനസ്സിൽ എന്താണെന്ന് അജയേട്ടൻ തുറന്നു നോക്കിയായിരുന്നോ? ആൾക്കാരെ മനസ്സിലാക്കാനേ അങ്ങനെ മനസ്സ് തുറന്നു നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് തലയ്ക്കകത്ത് കുറച്ച് വെളിവുണ്ടായ മാത്രം മതി. എന്തൊക്കെ പറഞ്ഞാലും അനി MD ആയ ശേഷം കമ്പനിക്കുണ്ടായ ഉയർച്ച ചെറുതല്ല. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആദർശ് നയനയാണെന്ന് ഇനി നിന്നെ എഴുതി പഠിപ്പിക്കണോ? എന്നാലേ നിനക്ക് മനസ്സിലാവത്തുള്ളോ? അതെ, അർഹതയില്ലാത്തവർക്കുള്ള കുഴപ്പമായത്. നീ ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ രീതിയിൽ നിന്നെ കണ്ടിട്ടുമില്ല. ഏട്ടത്തിയായിട്ട് കമ്പയർ ചെയ്യുമ്പോ നിന്റെ കുടുംബം വളരെ താഴെയാ. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് ഞാൻ കെട്ടണമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞതേ നമ്മുടെ നാളുകൾ തമ്മിൽ പൊരുത്തമുള്ളോണ്ടാ. പിന്നെ നിന്റെ വീട്ടിൽ വന്നപ്പോ നിന്റെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നീ എന്റെ ഭാര്യയായത്. അല്ലെങ്കിലേ നീ ഏതെങ്കിലും ഒരു സാധാരണ കുടുംബത്തിലേക്ക് പോയേനെ. അപ്പൊ പിന്നെ മൂർത്തീസ് ജ്വല്ലറിയും കാണത്തില്ലായിരുന്നു, മക്കൾക്ക് MD പട്ടവും കിട്ടത്തില്ലായിരുന്നു. അതൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ആലോചിക്കണം. അനി MD ആയ സമയം മുതലേ നിനക്ക് അഹങ്കാരം ഇച്ചിരി കൂടി. ബന്ധുക്കളെയും കൂട്ടുകാരെയൊക്കെ വിളിയോടെ വിളിയായിരുന്നല്ലോ. അറിഞ്ഞോ? എന്റെ മോൻ അനി MD ആയെന്നും പറഞ്ഞ്. അനിയും ആദർശും ഏട്ടനും ഏട്ടത്തിക്കും രണ്ടല്ല, ഒന്നാ. അതുപോലെ തന്നെയാണ് എനിക്കും. അങ്ങനെ കണ്ട് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. എല്ലാം പോയല്ലോ മോളെ. അതെ, അനിയേട്ടന്റെ MD സ്ഥാനം
ആദർശേട്ടൻ ഏറ്റെടുത്തെന്ന് അറിയുമ്പോ നമ്മളെ കാണും ഷോക്ക് അച്ഛനായിരിക്കും. എന്ന് വെച്ച് നീ അനിയെ വിട്ടൊന്നും കളയരുത്. കമ്പനിയുടെ പകുതി അവന്റെ മേൽനോട്ടത്തില. ഞാൻ വിട്ടുകളയാനൊന്നും പോകുന്നില്ല. പക്ഷെ മൊത്തത്തിലൊരു നിരാശയായി പോയി. അച്ഛന്റെ തോൽവി, ആദർശിന്റെയും നയനയുടെയും തിരിച്ചുവരവ്, അതൊന്നും എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല ഏട്ടാ. അതിനിടയ്ക്കാണ് അച്ഛനും ഞാനും തമ്മിൽ കാണുന്നുണ്ടോന്ന് അറിയാനായിട്ട് അമ്മ പരക്കം പാഞ്ഞു നടക്കുന്നത്. നമ്മുടെ അച്ഛന് നമ്മളോട് സ്നേഹമാ. നമ്മളെ തേടിയാ അച്ഛൻ ഈ നാട്ടിലെത്തിയത്. അത് മാത്രമാണോ? AN ജ്വല്ലറി നമ്മുടെ പേരിലല്ലേ തുടങ്ങിയത്? നമ്മുടെ പേരിന്റെ ആദ്യാക്ഷരാണ് A. അത്രത്തോളമൊന്നും അമ്മ ചിന്തിച്ച് കാണില്ല. ഇനി ചിന്തിക്കാനുള്ള അവസരം കൊടുക്കണ്ട. അമ്മയ്ക്കൊപ്പം നിന്നിട്ട് നമുക്കൊരു മെച്ചം ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു കാരണവശാലും അച്ഛനുമായിട്ട് നമുക്ക് അടുപ്പമുണ്ടെന്ന് അമ്മ അറിയരുത്. എനിക്ക് അടുപ്പമുണ്ടെന്ന് ഇവിടെ പലർക്കും അറിയാം. അത് അമ്മയോട് പറഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അമ്മ മാത്രമല്ല, ഈ വീട്ടിലുള്ള ആരും അറിയരുത് നീയും അച്ഛനും തമ്മിൽ ബന്ധമുള്ള വിവരം. അങ്ങനെ അറിഞ്ഞാലേ അനിയുമായിട്ടുള്ള നിന്റെ നിശ്ചയം മുടങ്ങും. പിന്നെ ഈ വീട്ടിനകത്ത് പോലും നമുക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതെപ്പോഴും നിനക്ക് ഓർമ്മ വേണം. ഞാൻ ഏതായാലും ഇനി അച്ഛനധികം കാണാൻ പോകുന്നില്ല. എന്റെ നിശ്ചയത്തിനും വിവാഹത്തിനും ഒക്കെ അച്ഛനില്ലാത്തതിന്റെ ഒരു വേദനയുണ്ട്. എന്നാലും സാരമില്ല. ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാൻ തൽക്കാലം അത് സഹിച്ചേ പറ്റൂ. എനിക്കെന്തായാലും അച്ഛനെ ഒന്ന് കാണണം. അച്ഛനാണ് AN ജ്വല്ലറിയുടെ ഓണറെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇനിയിപ്പോൾ അച്ഛൻ്റെ പിന്നാലെ ഇവിടെയുള്ളവരൊന്നും ചുറ്റിക്കറങ്ങില്ല. ഞാനെന്തായാലും അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ, അനന്തപുരിയിലെ കാരണവർ മനസ്സിൽ കാണുന്നത് ആർക്കും പ്രവചിക്കാൻ പറ്റില്ലെന്ന്. അയാള് മൂത്ത കൊച്ചുമോനും എടുത്ത ഒരു പരീക്ഷണമായിരുന്നു ഇതൊക്കെ. അതൊക്കെ അങ്ങേര് പറഞ്ഞു കഴിഞ്ഞു. ആ പരീക്ഷണത്തിൽ അവൻ വിജയിച്ചു. തോറ്റുപോയത് നമ്മളാണല്ലേ. നീ വിഷമിക്കണ്ടടാ മോനെ. നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കും. ഈ നാട്ടിൽ നിന്ന് ഞാനങ്ങനെ പേടിച്ചോടാനൊന്നും പോണില്ല. AN ജ്വല്ലറി മൂർത്തീസ് ജ്വല്ലറിയുടെ പിന്നിലായെങ്കിലും കോടികളുടെ ആസ്തിയുണ്ട് നമുക്ക്. അതുകൊണ്ട് എനിക്ക് ഭയമൊന്നുമില്ല. അല്ലച്ചാ, അതിനിടയ്ക്ക് ഞാനും അച്ഛനും തമ്മിൽ കാണുന്നുണ്ടെന്ന് അമ്മയ്ക്ക് നല്ല സംശയമുണ്ട്. അച്ഛനാണ് AN ജ്വല്ലറിയുടെ യഥാർത്ഥ MD എന്ന് അറിഞ്ഞതിന് ശേഷം സമനില തെറ്റിയതുപോലെയായിരുന്നു അമ്മ. ശരിക്കും പറഞ്ഞ തറവാട്ടിലുള്ള മറ്റാർക്കും ഇല്ലാത്ത ഒരു ഭയവും ദേഷ്യമൊക്കെയാണ് ആ സമയത്ത് അമ്മ പ്രകടിപ്പിച്ചത്. അങ്ങനെ അവള് റിയാക്ട് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിന്റെ അമ്മയെ ഞാൻ അറിഞ്ഞ പോലെ മറ്റാരും അറിഞ്ഞിട്ടില്ല മോനെ. അവൾക്ക് വേണ്ടിയിട്ട് ബലി കൊടുത്തതാണ് എൻ്റെ ജീവിതം. അല്ല, എങ്ങനെ? അതൊക്കെ പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളാം മോനെ. എന്തായാലും നിങ്ങൾ മക്കളുടെ ശത്രുവായിട്ടല്ല ഞാൻ വന്നത്. നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാട്ടിലെത്തിയത്. അതോടൊപ്പം എൻ്റെ കവിളത്ത് തല്ലിയ മൂർത്തി തലകുമ്പിടുന്നൊരു ദിവസം വരണം. അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഈ കാത്തിരിപ്പ്. മോളെ കുടിക്ക. ഇനിയിപ്പോ എന്റെ മോൾക്ക് വേണ്ടതെല്ലാം ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ വെച്ചെന്നെ ചോദിച്ചു മനസ്സിലാക്കി എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി തരാലോ. 7-ാം മാസം വരെ ഇതൊക്കെ പറ്റൂ. അത് കഴിഞ്ഞാലേ ഇവിടെ വന്ന് ഇവളുടെ അമ്മ വിളിച്ചോണ്ട് പോകും. വിളിച്ചോണ്ട് പോയാലും അവിടെ തന്നെ നിർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു വാശി മോളുടെ അച്ഛനും അമ്മയ്ക്കും ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും അതല്ലല്ലോ അമ്മ നാട്ടു നടപ്പ്. നാട്ടു നടപ്പൊന്ന് തെറ്റിച്ചെന്ന് കരുതി ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമുണ്ടോ? എടി, നീ കേട്ടല്ലോ,
7-ാം മാസം കഴിഞ്ഞാലും നിന്നെ വിടില്ലെന്നാ അമ്മ പറയുന്നത്. അതിനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അതിനു മുമ്പുള്ള ദിവസങ്ങൾ എനിക്ക് നഷ്ടാവുകയും ചെയ്തു. അതിനുള്ള കടമൊക്കെ ഞാൻ വീട്ടിക്കൊള്ളാം അമ്മേ. ഞങ്ങൾ മടങ്ങി വന്നത് ഇളയമ്മയ്ക്ക് ഇഷ്ടമായിട്ടില്ലല്ലേ? അതിലുപരി അനി MD സ്ഥാനത്ത് നിന്ന് മാറിയത് അവൾക്ക് ഷോക്കായത്. ഇന്നിവിടെ ഒരു ആഘോഷമൊക്കെ നടക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോ അത് നിങ്ങളെയും കൂട്ടി അച്ഛനും അമ്മയും വരുന്നതിന്റെ ആഘോഷമാണെന്ന് ഇവിടെ ആരും കരുതിയില്ല. എനിക്കങ്ങനെ MD സ്ഥാനത്ത് തുടരണമെന്ന് ആഗ്രഹമൊന്നുമില്ലമ്മേ. അതിനേക്കാളും ആഗ്രഹമില്ല എനിക്ക്. അത് പക്ഷേ ജാനകിക്ക് മനസ്സിലാവുകയില്ലല്ലോ. നീ മാറിയപ്പോഴേ അനി നിന്റെ സ്ഥാനത്ത് വന്നപ്പോ ഞാൻ ഒട്ടും വിഷമിച്ചില്ല. അച്ഛനാണെങ്കിലോ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവരുമെന്നായിരുന്നു എന്റെ പേടി. അത് ഒഴിവായി പോയതിൽ സത്യം പറഞ്ഞ വലിയ ആശ്വാസമായിരുന്നു എനിക്കും നിന്റെ അച്ഛനും. പക്ഷേ ഞങ്ങളുടെ ആരുടെ മനസ്സ് ജാനകിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതെ, മോൾക്ക് എന്താ പ്രത്യേകിച്ച് കഴിക്കാൻ തോന്നുന്നേ? ഇപ്പൊ ഒന്നും വേണ്ടമ്മേ. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം കേട്ടോ, വയറൊഴിച്ചിടരുത്. ശരി. മുത്തശ്ശിയമ്മയും കാത്തിരിക്കുകയായിരുന്നു മടങ്ങി വരുന്ന മരുമോളെ ശുശ്രൂഷിക്കാൻ. ഇന്നാ ഈ വീട്ടിലൊരു വെളിച്ചം വന്നത്. ഇനിയിപ്പൊ നാളെ രാവിലെ മുതല് വീടിന്റെ ഉമ്മറത്ത് കോലം വരയ്ക്കുന്ന മരുമോളെ കാണാലോ. എന്നാലും ഞങ്ങൾ ആൺമക്കളോട് പോലും അച്ഛൻ്റെ മനസ്സിലെന്താണെന്ന് പറഞ്ഞില്ലല്ലോ. എന്തിനാ പറയുന്നത്? എല്ലാം നേരിട്ടറിയുന്നല്ലേ നല്ലത്. എടാ, രാജയോഗമുള്ള ജാതകമാണ് നിന്റെ മോൻ്റേത്. അവന്റെ കർമ്മസ്ഥാനത്ത് ശുക്രനാ. അതുകൊണ്ട് അവൻ നയിക്കേണ്ടവനാണ്, അല്ലാതെ നയിക്കപ്പെടേണ്ടവനല്ല. അത് മനസ്സിലാക്കിയിട്ടാണ് നിന്നെയും അജയനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ മൂർത്തീശ്വരയുടെ തലപ്പത്തേക്ക് അവനെ കൊണ്ടുവന്നത്. സത്യം പറഞ്ഞ ഇതുവരെ അനുഭവിച്ച ശ്വാസമുട്ടല് ഇപ്പോഴാ മാറിയത്. ഞാനും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ വീട്ടിനകത്ത് വെളിച്ചം വന്നൂന്ന്. നിന്റെ മോൻ അലസത വെടിഞ്ഞ് ബിസിനസ്സിൽ കൂടുതൽ കരുത്തനാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവനങ്ങനെ ബിസിനസ്സിനെ തകർക്കുന്ന പ്രവർത്തികൾ ചെയ്യാത്ത കൂട്ടത്തിലാ. പക്ഷേ അവൻ ഇടയ്ക്കുണ്ടായ പരാജയം എന്നെ മാനസികമായിട്ട് തകർത്തു. അവൻ തലതാഴ്ത്തി വരുമ്പോ അവനേക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് ഞാനാണ് ദേവേ. അതെനിക്കറിയാച്ചാ. ഇനി ഇങ്ങനെ ഒരു ദിവസം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടാ ഇത്രയും വലിയൊരു പരീക്ഷണം അവന് കൊടുത്തത്. അതിലൂടെ 2 നേട്ടങ്ങളുണ്ടായി. ഇത്രയും കാലം അനി MD ആയിരുന്നതുകൊണ്ട് അവനും കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദർശനും ചതി എങ്ങനെയൊക്കെ വരുമെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ അവർക്ക് നമ്മൾ വലിയ ഉപദേശങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. അവർക്കറിയാം എങ്ങനെ മൂർത്തി ജ്വല്ലറിയെ മുന്നോട്ട് നയിക്കണമെന്ന്. പിന്നെ അവന്റെ കൂടെയുള്ളത് ചെറിയ ആളൊന്നും അല്ലല്ലോ. എന്റെ ഉള്ളിൽ ആദർശനോട് സ്നേഹമുണ്ടെന്ന് ആദ്യം അറിഞ്ഞത് നയനമോളാ. പറഞ്ഞു അതേപറ്റി. എന്നിട്ടത് ആദർശനോട് പോലും പറയാതെ അച്ഛന്റെ വാക്ക് കേൾക്കുമായിരുന്നു. ഞാൻ നല്ല കാര്യമാ പറഞ്ഞത്. ആദർശന് നന്മയ്ക്കുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് മോൾ എന്റെ വാക്ക് കേട്ടത്. ഇനിയിപ്പോ മോൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാ ഉണ്ടാക്കി കൊടുക്ക്. ഞാനും അതിനുവേണ്ടി കാത്തിരിക്കായിരുന്നു. എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. വീണ്ടും ഒരിക്കൽ കൂടി നാഗേന്ദ്രൻ എന്ന വിഷത്തിന് അടികിട്ടി. അവൻ ആ പകയും പ്രതികാരവും തീർക്കാൻ ഏതറ്റം വരെയും പോവും. ജലജെ, എന്റെ മോളും മരുമോനും തിരിച്ചു വന്നത് നിനക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? എനിക്ക് അവര് വന്നതിലെ ഒരു ഇഷ്ടക്കേടുമില്ല.
ഇനിയിപ്പോ ഉടനെ എന്റെ മോളുടെ നിശ്ചയം. അതിന് തടസ്സമായിട്ട് നിന്റെ മോള് വരാതിരുന്നാ മതി. ഓ, ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും എന്റെ മോള് വരില്ല. പക്ഷേ ആ അനി ഒരു പാവം പയ്യനാ. അവനെ കല്യാണം കഴിക്കാൻ പോകുന്ന നിന്റെ മകളോട് പറയണം, ആ അനാമികയെ പോലെ ആവരുതെന്ന്, കേട്ടോ? അനിയായിരുന്നു കമ്പനിയുടെ MD. ആ സ്ഥാനത്ത് നിന്ന് അവനെ നീക്കണമെന്ന് നീയും നിന്റെ ഭർത്താവും ഒക്കെ ശുപാർശ ചെയ്ത് കാണുമായിരിക്കും അല്ലേ? അപ്പച്ചി, ഇനി അപ്പച്ചി പറയുന്നൊക്കെ കേട്ടോണ്ട് ഞങ്ങളെ നിൽക്കുമെന്ന് കരുതരുത്. മുത്തശ്ശനും മുത്തശ്ശി നേരിട്ട് വന്ന് വിളിക്കാതെ ഞാൻ തിരികെ വന്നാലും ആദർശേട്ടൻ വരില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ മോളെ, നമുക്കാർക്ക് ഇവളെ പോലെ എവിടെ കടിച്ചു തൂങ്ങാൻ ആഗ്രഹമില്ലല്ലോ. എടി, നിന്റെ മോനാണ് മൂർത്തീസ് ജുവലറിയെ തകർക്കാൻ വന്നവരുടെ കൂടെ നിന്നത്. അതെ, നിന്റെ മുൻ ഭർത്താവിന്റെ സ്ഥാപനമാണ്. അതേപറ്റിയൊന്നും നീ പറയണ്ട കനകെ. എനിക്ക് നാഗേന്ദ്രനോടുള്ള പകയും ദേഷ്യവും ഒക്കെ മറ്റാരെക്കാളും നന്നായിട്ട് എന്റെ അച്ഛനും അമ്മയ്ക്ക് അറിയാം. എന്തായാലും ആ നാഗേന്ദ്രന്റെ അതേ സ്വഭാവ അഭിക്ക് കിട്ടിയിരിക്കുന്നത്. അനിയേട്ടൻ ഇപ്പോഴും എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടാ എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നിയത്. മോളെ, ആ സംശയമൊന്നും ശരിയായി വരില്ല. നീ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കും. നിന്റെ അഭിക്കൊപ്പം നീ ഉറച്ചു നിന്നാലേ നിന്റെ ജീവിതത്തില് നല്ലതൊന്നും ഉണ്ടാവില്ല. നിന്റെ ഭാവി ഇരുട്ടിലാവുകയും ചെയ്യും. എന്തായാലും ശരി, എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ അച്ഛനെന്ന് നീ പറയരുത്. അങ്ങനെ ഒരു അച്ഛൻ നിനക്കില്ല. എന്ന് പറഞ്ഞാ എന്നെ ജനിപ്പിച്ചൊരാൾ വേണ്ടേ അമ്മേ? ആ, അയാളല്ല നിന്നെ ജനിപ്പിച്ചത്.